Hi everyone, welcome to your health and wellness. It's me Jalal from Zaitun Pharmacy Kalba. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചാണ്. എന്താണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്? ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ആഹാര രീതിയാണ്. നമ്മൾ 16 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുകയും 8 മണിക്കൂർ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നൊരു രീതിയാണത്. ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഈ ഫാസ്റ്റിംഗ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ 7 മണിക്ക് ഭക്ഷണം ഒഴിവാക്കി ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നാളെ 11 മണിക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചു തുടങ്ങി, പിന്നെ അടുത്ത 7 മണി വരെ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സമയമാണ്. ഇങ്ങനത്തെ ഒരു ടൈമിംഗ് പ്രക്രിയയാണ് ഈ ഫാസ്റ്റിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ്സ്? ഷുഗർ ഒഴിവാക്കണം, കംപ്ലീറ്റ് ആയിട്ട് ഷുഗർ ഒഴിവാക്കുന്നത് ഇറ്റ് വിൽ ബി ബെറ്റർ. പിന്നെ മൈദ, ജങ്ക് ഫുഡ്സ്, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ബേക്കറീസ്, ആഹാരം കഴിക്കുന്ന സമയത്ത് ഇതെല്ലാം ഒഴിവാക്കണം. ഇത് നമുക്ക് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഫാറ്റി ലിവറിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. ഫാറ്റി ലിവറിനെ സപ്രസ് ചെയ്യാൻ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹാർട്ട് ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ BP പേഷ്യൻസിന് അതിൻ്റെ BP കുറച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഷുഗർ പേഷ്യൻസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാസ്റ്റിംഗ് മെത്തേഡാണ്. എന്ന് വെച്ചാൽ ഈ ഫാസ്റ്റിംഗ് മെത്തേഡിൽ ഇറ്റ്സ് ഇംപ്രൂവ് ഇൻസുലിൻ മെറ്റബോളിസം. ഇത് നമുക്ക് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഓട്ടോഫേജിങ് മെക്കാനിസമാണ്. എന്താണ് ഓട്ടോഫേജിങ് മെക്കാനിസം? ഇറ്റ്സ് എ മെക്കാനിസം ഇറ്റ് ഹെൽപ്സ് റീജനറേറ്റ് അവർ സെൽസ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെഡ് സെൽസിനെല്ലാം ഒഴിവാക്കി പുതിയ സെൽസ് റീജനറേറ്റ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ആൻറ്റി ഏജിങ് ആൾസോ. ആൻറ്റി ഏജിങ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. പിന്നെ ഇതിൽ ഈ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കൂടുതലായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫൈബർ, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കണം. തീരെ കഴിക്കരുതെന്നല്ല, കഴിക്കണം, പക്ഷെ കുറച്ച് കഴിക്കുക. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സിൽ തന്നെ ഒരുപാട് മധുരമുള്ള ഫ്രൂട്ട്സ് ലൈക്ക് ഡേറ്റ്സ് ഒക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഒഴിവാക്കിയിട്ട് ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കുക. പിന്നെ ഫാസ്റ്റിംഗ് ഉള്ള സമയത്ത് നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഡീഹൈഡ്രേറ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് വരുന്നത് വെച്ചാൽ 20 കിലോക്ക് 1 ലിറ്റർ വെള്ളം വെച്ച് കുടിക്കണം എന്നുള്ളതാണ്. നമുക്ക് കോഫി കുടിക്കാം, പക്ഷേ ഷുഗർലെസ് കോഫി ആയിരിക്കണം. ഷുഗർ ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യം എന്നുള്ളത് പറയുന്നത്. പിന്നെ ഇത് ഹെൽപ്പ് ചെയ്യുന്നത് ഓവറോൾ ബോഡി ഇൻഫ്ലമേഷന്, സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഇപ്പോൾ ഒരുപാട് ആളുകളുണ്ട് സ്ട്രെസ് കാരണം ഉറക്കമില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ. അത് നല്ലൊരു സ്ലീപ്പ് റൊട്ടീൻ വരാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് വീണ്ടും സംസാരിക്കാൻ ഒരു ചർച്ചയായിട്ടൊക്കെ ഇരിക്കാവുന്നൊരു വിഷയമാണ്. അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാവുന്നതുമാണ്. നിങ്ങളുടെ കമൻറ്റ്സ് ആൻഡ് സപ്പോർട്ടിനനുസരിച്ച് നമുക്കത് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ഐ ആം ജലാൽ സൈനിങ് ഓഫ് ഫ്രം യുവർ ഹെൽത്ത് ആൻഡ് വെൽനെസ്. താങ്ക് യു സോ മച്ച്.